ഈ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് എപ്പോഴും മിനിമം ആയിട്ട് നിർത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഈ 4-5 വർഷം കൊണ്ട് മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞിരുന്നത് മുളകിനെ കുറിച്ചാണ്. ഇപ്പം മുളക് ഏറ്റവും ആദ്യം ഞാൻ പൊടിക്കുന്നത് ഈ മില്ല് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 2 കിലോ ഉണക്കമുളകും 1 കിലോ പിരിയമുളകും കൂടെ മേടിച്ചിട്ട് വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയെടുത്ത് പൊടിക്കുകയാണ്. അപ്പോൾ അത് കോവിഡിൻ്റെയൊക്കെ സമയമായിരുന്നു. കടകളൊക്കെ മിക്കവാറും അടഞ്ഞു കിടക്കുകയും അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം തുറന്നിരിക്കുകയും ചെയ്യുന്ന സമയം. അപ്പം ഞാനത് പൊടിച്ചിട്ട് ഇവിടെ ഒരു മില്ലിൽ പൊടിച്ചിട്ട് അത് പാക്ക് ചെയ്യാൻ വേണ്ടി നടന്നതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പം ഒന്ന് തൂക്കണം, വെയിങ് മെഷീൻ എൻ്റെ കയ്യിലില്ല. അപ്പം ഞാനിങ്ങനെ കുറേ കടകളിലൊക്കെ പോയിട്ട് അവസാനം ഞാൻ മുട്ടത്തിപ്പറമ്പിൽ ഒരു റേഷൻ കടയുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞ് തൂക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നാണ് ഒരു സ്പൂണും കൂടെ ഞാൻ കൊണ്ടുപോയായിരുന്നു. എടുത്തിട്ട് 1/4 കിലോത്തിൻ്റെ 4-5 കവറിലായിട്ട് അതിങ്ങനെ തൂക്കി വെച്ച്. അത് ഒട്ടിക്കുന്ന കവറല്ല, മറ്റേ സാധാ കവർ. അപ്പോൾ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മില്ല് തുടങ്ങി. തുടക്കത്തിൽ തന്നെ മുളക് വാങ്ങിയിരുന്നു. പക്ഷെ അത് പൊടിച്ചിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞത് എങ്ങനെ പൊടിക്കണം, ഏത് രീതിയിൽ പൊടിക്കണം എന്നൊക്കെ രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ 2 കിലോ എരിവുള്ള മുളകും ഉണക്കമുളകും 1 കിലോ പിരിയമുളകും അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് പൊടിച്ചു തുടങ്ങി. അപ്പോൾ അന്ന് മുളകിന് ഒരു 130 ആ റേഞ്ചൊക്കെ വരെയുള്ള സമയമാണ്. പിരിയമുളകിന് വില ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ അന്ന് 260 രൂപ മുളക് പൊടിക്ക്, 240 രൂപ മുളക് പൊടിക്ക് വിലയിട്ടാണ് തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ വില കൂട്ടി. പക്ഷേ ആ സമയത്ത് സംഭവിച്ചു പോയത് മുളകിൻ്റെ വിലയും കൂടിക്കൊണ്ടിരുന്നു. നമ്മൾ മുളകിൻ്റെ പരിപാടി തുടങ്ങി, പൊടിയുടെ പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുളകിൻ്റെ വിലയും കൂടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഈ വില അഡ്ജസ്റ്റ് ചെയ്തില്ല. അപ്പോൾ മുളകിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മുളകുടെ വില, പക്ഷേ ഞാനത് കൂട്ടിയില്ല. അപ്പോൾ ഇതിനിടക്ക് ഇപ്പോഴും ഞാൻ മുളകൊക്കെ തുടക്കത്തിൽ എടുക്കുന്ന മോമേലെ കടയിൽ നിന്ന് പോയിട്ട് എടുക്കുമായിരുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്കെത്തിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ബൾക്കായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കടകളിൽ വെക്കാം, അപ്പോൾ കുറച്ചുകൂടെ പ്രോഫിറ്റ് വരുമല്ലോ. ആ രീതിയിൽ ചിന്തിച്ചപ്പം ഞാൻ ചേർത്തുള്ള ഹോൾസെയിൽ കടയുണ്ട്. അപ്പോൾ അവിടെ വിളിച്ചിട്ട് അവർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുത്തരും, പെട്ടിയോട്ടോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുത്തരും. അപ്പം കൊണ്ടുവരുന്ന ആളുടെ കയ്യിൽ നമ്മൾ പൈസ റെഡി ക്യാഷായിട്ട് കൊടുക്കും. അപ്പോൾ എന്നിട്ട് ഇതേപോലെ തന്നെ പൊടിച്ചു തുടങ്ങി. അപ്പോൾ കണ്ടമാനം സ്റ്റോക്കായി. മുളകും എന്ന സ്റ്റോക്കുണ്ട്, അതുകൂടാതെ മുളക് പൊടിയും നമ്മൾ പൊടിച്ച് പാക്ക് ചെയ്ത് കണ്ടമാനമായി. അപ്പോൾ ഇതെങ്ങനെയും കടകളിൽ കൊടുക്കാതെ വേറെ വഴിയില്ല. ഇവിടുന്ന് അത്രയും വിൽപ്പനയില്ലല്ലോ. നമ്മൾ ബിസിനസ് തുടങ്ങി വരുന്ന സമയമാണ്, ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 6-7 കടകളിൽ മുളക് കൊണ്ട് വെച്ച് തുടങ്ങി. അപ്പോൾ വെച്ച മിക്ക കടകളിലും ക്രെഡിറ്റ് ആയിട്ടാണ് വെക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുകയാണ് നമുക്ക് ക്രെഡിറ്റിന് വെക്കാം എന്ന രീതിയിലൊക്കെ. അവിടെ കണ്ടമാനം മുളക് പൊടിയൊക്കെ ഉണ്ട്, പല ആൾക്കാരും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തന്നെ ഈ കടകളിലെല്ലാം, ഏകദേശം എല്ലാ കടകളിലും ക്രെഡിറ്റിൽ ആണ് കൊണ്ട് വെച്ചത്. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഞാൻ റെഡി ക്യാഷിന് സ്റ്റോക്ക് എടുക്കുന്നു, ക്രെഡിറ്റിന് വിൽപ്പന നടത്തുന്നു. അപ്പം ക്യാഷ് കയ്യിൽ നിൽക്കാത്ത അവസ്ഥ. എൻ്റെ പൈസ ഇപ്പോൾ അന്നത്തെ ഒരു 10,000 രൂപയ്ക്ക് മുളക് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അത്രയും പൈസ അങ്ങോട്ട് പോയി. ബാക്കി പൈസ ഈ കടകളിൽ കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓപ്പറേറ്റിംഗ്, ഇത് നമ്മുടെ പൊടിമില്ല് നടക്കുന്നത് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതിൽ നിന്ന് സാധനം മേടിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ചിലവുകൾക്ക് പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നുപോയി. അപ്പോൾ അപ്പോഴും ഞാൻ വില കുറയ്ക്കുന്നില്ല, വിലയിൽ മാറ്റം വരുന്നില്ല. വേണമെങ്കിൽ അപ്പോൾ വില കൂട്ടായിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ഈ മുളക് എടുക്കാൻ പോകുന്ന കടയിലെ ആൾക്കാരൊക്കെ പറയും ഈ വിലയ്ക്ക് വിട്ടാൽ മുതലാകത്തില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് വില കൂട്ടിയാൽ ആൾക്കാർ വാങ്ങാതിരിക്കും, അല്ലെങ്കിൽ കടകളിൽ എന്താവും എന്ന രീതിയിലൊക്കെ. ഈ കടയിലൊക്കെ നല്ല മാർജിനും കൊടുക്കുന്നുണ്ട്. 40 രൂപ ആ വിലയ്ക്കാണ് നമ്മൾ മാർജിൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ പോയി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് വർക്ക് ആവത്തില്ല. പിന്നെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഏകദേശം 1 കൊല്ലത്തോളം പിന്നെ പൊടികൾ വിറ്റതേ ഇല്ല. നമുക്ക് ഇവിടെ നിന്നുള്ള ഈ മുളക്, ഈ പൊടികൂലി എന്നുള്ള വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി അങ്ങനെയുള്ള പരിപാടി കംപ്ലീറ്റ് നിർത്തി. 1 വർഷത്തോളം അങ്ങനെ നിർത്തി. എന്നിട്ട് പിന്നെ എന്തോ ഒരു കാര്യത്തിന് മുമ്പിലെ കടയിൽ ചെന്നപ്പം അവിടുത്തെ ചേട്ടനോട് സംസാരിച്ചപ്പം എന്നാൽ കുറച്ച് മുളക് കൊണ്ടുപോയിക്കൂടെ എന്നൊരു ടോക്ക് വന്നപ്പോഴേക്കും കുറച്ച് മുളക് പിന്നെയും കൊണ്ടുവന്നു. ഒരു കിലോ മുളക് മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും പൊടിച്ചു തുടങ്ങി. അപ്പോൾ അത് ഇവിടെ നിന്ന് കഴുകി ഉണക്കി 1 കിലോ പൊടിച്ചു വെച്ചു. അപ്പോൾ അത് പതുക്കെ അതിൻ്റെ വിൽപ്പന പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ തുടങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ വരുത്തിയ മിസ്റ്റേക്ക് ആവർത്തിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് സ്റ്റോക്ക് മിനിമൈസ് ചെയ്തു. അതായത് കണ്ടമാനം ചാക്ക് കണക്കിന് എടുത്തു വെക്കുന്ന പരിപാടിയൊക്കെ നിർത്തി.
പിന്നെ കടകളിൽ വയ്ക്കുന്ന ആ 7 കടകളിലെ പരിപാടി കംപ്ലീറ്റ് നിർത്തി. 1, 2 കടകളിൽ നിന്നൊക്കെ പിന്നെയും വിളിക്കുമായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന രീതിയിൽ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിപ്പോഴും തുടങ്ങിയിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ സ്റ്റോക്ക് മുളക് എടുക്കുന്ന ആവശ്യത്തിന് 3 കിലോ എടുക്കും, അല്ലെങ്കിൽ 5 കിലോ എടുക്കും. പിന്നെ ആരെങ്കിലും പ്രത്യേകം എന്തെങ്കിലും ഓർഡറൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ എടുക്കും. എപ്പോഴും സ്റ്റോക്ക് ഇങ്ങനെ മിനിമത്തിൽ നിർത്തി എന്നുള്ളതാണ്. പിന്നെ വിലയും നമ്മൾ പ്രോഫിറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യായമായൊരു വില, അല്ലെങ്കിൽ അങ്ങനൊരു വിലയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ അതിൽ നിന്നാണ് വേണ്ടത്, പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് വിലയും നമ്മൾ അങ്ങനെ തന്നെ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെ, ബിസിനസ്സിൽ ഈ സ്റ്റോക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും ഏത് ബിസിനസ് ആണെങ്കിലും സ്റ്റോക്ക് കണ്ടമാനം കൂടാനും പാടില്ല. കൂടിയാൽ നമ്മുടെ പൈസ എല്ലാം അവിടെ കിടക്കുമല്ലോ. ഇപ്പം 10,000 രൂപയുടെ സാധനം വാങ്ങി വെച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റായിട്ട് മാറി വിൽപ്പന നടന്ന് ക്യാഷ് നമ്മളിലേക്ക് വരുന്നില്ലെങ്കിൽ ആ പൈസ നമുക്കവിടെ ഒരു ഡെഡ് മണി പോലെ നിൽക്കുകയായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് എപ്പോഴും മിനിമത്തിൽ വയ്ക്കുക. സ്റ്റോക്ക് പ്രൊഡക്റ്റായിട്ട് മാറി പൈസ വരുന്ന സ്പീഡ് ഭയങ്കരമായിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ പഠിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. മിനിമം സ്റ്റോക്കാണ് വയ്ക്കുന്നത്. അപ്പം കസ്റ്റമേഴ്സിനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ഇവിടുന്ന് നിങ്ങൾ വാങ്ങുന്ന മുളക് പൊടി എന്ന് വെച്ചാൽ 4, 5 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോൾ ഒരു 6 ദിവസം മുന്നേ പൊടിച്ചതായിരിക്കും. കാരണം അത്രയും പരമാവധി ഒരു 3 കിലോ 4 കിലോ ലെവലിലാണ് നമ്മൾ മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും സ്റ്റോക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രഷായിട്ട് കൊടുക്കാനും പറ്റും, നമുക്കും ലാഭകരമാണത്. പക്ഷേ ഇതാണ് ശരിയായ രീതി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പൊടിമില്ലിപ്പോൾ വർക്ക് ചെയ്യണത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് സാധനം മേടിക്കുകയും അതുകൊണ്ട് ബാക്കി കറണ്ട് ചാർജ്, വാടക, അങ്ങനെയുള്ള ചിലതൊക്കെ നടന്നു പോകുന്നതിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നിലവിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നൊരു രീതി അതാണ്. അപ്പോൾ അതാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്.